ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആവാനൊരു സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ തന്നെയും ഒരു പേഴ്സണെ കണ്ടു ഇഷ്ടപ്പെട്ടു, അത് കുറേ നാൾ പോയതിന് ശേഷം ഒരു സീരിയസ്നെസ് ഇവർക്ക് ശരിക്കും കുറയുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു മീൻസ് ഒരു അകൽച്ച ഫീൽ ചെയ്ത് അങ്ങനെ ആ ഒരു പേഴ്സണായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി ബ്രേക്ക് ആവുന്നു. വീണ്ടും പുതിയൊരാളെ തേടുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു നേച്ചറുള്ള പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്തൊക്കെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളും എടുത്തിട്ടുണ്ടാവില്ല. അത്ര ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഇത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് പോലെ ആകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഡിറ്റർമിനേഷനോട് കൂടി അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു പേഴ്സൺ പതിയുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വലിയ പ്രതീക്ഷയില്ലാതെ തന്നെ റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുള്ളതാണ്. അതായത് ഭയങ്കര ഡീപ്പായിട്ടല്ല, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാണ്ട് ഗ്രാജുവലി നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വ്യക്തി പതിയെ പതിയെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നേരെ തിരിച്ചും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത്രത്തോളം അവരുടെ മനസ്സിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ആഴത്തിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിൽ നിന്ന് വിട്ടുമാറി പോകുന്നൊരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മുൻപുണ്ടായിരുന്ന റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് അറിയില്ല പലപ്പോഴും. ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല, അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് അടുത്തത് എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു നേച്ചറായിരുന്നു. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന സമയത്തും ഇവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല, അതായത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് മറ്റൊരു ബന്ധത്തിലേക്ക് പോവാതിരുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതും നിങ്ങളുടെ ഒരു എഫേർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടാണ്. അതായത് നിങ്ങൾ കൊടുത്തുള്ള അഡ്വൈസ് കൊണ്ടും നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ കൊണ്ടും ഒക്കെ തന്നെ ഈ ഒരു വ്യക്തിക്ക് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇവർക്ക് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മറ്റുള്ള റിലേഷൻഷിപ്പും നിങ്ങളുമായിട്ടുള്ള ഒരു മീൻസ് ഒരു കമ്പാരിസൺ ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ് എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ ഇവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇവർക്ക് ഉണ്ടായിട്ടുള്ള, അതായത് ഒരു രീതിയിലും ഒരു പ്ലേസിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ തുടക്കത്തിൽ ഇത്രത്തോളം ഈ ഒരു പേഴ്സണോട് അഡിക്റ്റഡ് അല്ല എന്നെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം ഈ ഒരു പേഴ്സൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒരു പോയിന്റിൽ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നിങ്ങളോട് നിങ്ങളാണ് എല്ലാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പാസ്റ്റിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങളോട് നിങ്ങളോട് തന്നെ നിങ്ങളെക്കുറിച്ച് പൊക്കി സംസാരിച്ചിട്ടുണ്ട്. അതായത് നീ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു ലൈഫ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നീയാണ് എന്നെ ഒരുപാട് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ തന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഒരു ദേഷ്യം, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റമൊക്കെ തന്നെ, അല്ലെങ്കിൽ ചില രീതിയിൽ ഇവർക്കൊരു മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പം ഇത്തരം ബിഹേവിയർ ഒക്കെ തന്നെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പഴയതിലും എക്സ്ട്രീംലി തിരിച്ച് വിപരീതമായിട്ടുള്ള ഒരു സംസാര രീതിയൊക്കെ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സണെ മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അത് ഒരു പക്ഷേ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് തലമുക്കി വന്നതാവാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമാവാം. അപ്പം എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഒരു രീതിയിലും ഈ ഒരു വ്യക്തി ഇനി മറ്റൊരു പേഴ്സണിലേക്ക് പോവില്ല, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഇത്രത്തോളം ചേഞ്ചസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വരുത്തിയിട്ടില്ല. നിങ്ങളെ വിട്ടിട്ട് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് എന്ത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു പേഴ്സൺ ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു പേഴ്സണ്
ഇവിടെ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് വാട്സ് എനർജി കാണിച്ചു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. പക്ഷെ അതേ സമയം തന്നെ തേർഡ് പാർട്ടിയോട് അവരെ വിട്ടു വരാനും ഇവർക്ക് സാധിക്കാത്തൊരു അവസ്ഥ. ആ ഒരു കാര്യം, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് മുഖം തരാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് സീൻ ചെയ്യാണ്ടിരിക്കുക, നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കരുത്ത് സംസാരിക്കുക. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പിന്നീട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്ലാരിറ്റി തരേണ്ടി വരില്ല. അങ്ങനെ ഈ ഒരു വ്യക്തി കഴിവതും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വഴിയെ പോയിട്ടുള്ളൊരു വയ്യാവിയിൽ തലയിൽ വെച്ചതുപോലെയുള്ള അവസ്ഥയാണ്. അതായത് ഒരു ആവശ്യമില്ലാതിരുന്ന സമയത്ത് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ ഒരു പ്രശ്നം ത്തിലേക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് ചാടിയതാണെന്നാണ് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്ത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വയ്യാവേലി ഇവർ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി പോരാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളെ വിട്ട് കളയാനും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം അവർ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നുള്ളത്. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് അവർ ഇപ്പോഴും കാണുന്നത് നിങ്ങളെ തന്നെയാണ്. എന്തെങ്കിലും രീതിയിലൊരു ടൈം പാസിനോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു തമാശ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയോ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ടൈമിൽ തോന്നിയിട്ടുള്ള ഒരു ചെറിയൊരു സമയത്ത് തോന്നിയിട്ടുള്ളൊരു മണ്ടത്തരമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ തുടക്കത്തിൽ തന്നെ രീതിയിൽ ആ ഒരു ടോസ് മാച്ച് എനർജി കാണിച്ചു തരാണെങ്കിൽ തേർഡ് പാർട്ടി മുറുക്കെ പിടിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ. നിങ്ങളെ ഇവർക്ക് വിട്ടുകളയാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചില്ലെങ്കിൽ കഴിവതും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇവരുടെ മുഖത്തുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഉൾമനസ്സ് വായിക്കാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഇവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവർ പറയാതെ തന്നെ ഇവരുടെ ആ ഒരു ഇവർ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത് അറിയാവുന്നത് കൊണ്ട് തന്നെ കഴിവതും നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഇവർ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക. അപ്പോൾ കഴിവതും ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ട് മീൻസ് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് മിണ്ടാണ്ട് കുറച്ച് നേരമെങ്കിലും ഇരിക്കുമല്ലോ, വഷളാവേണ്ട പ്രശ്നമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതികരണമൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. പാസ്റ്റ് ഉണ്ടായിരുന്ന അതിലെ മൊമെന്റ്സ് റീക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറേ പേരെങ്കിലും ഇപ്പോൾ നോ കോൺടാക്റ്റിൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള നല്ല നല്ല മൊമെന്റ്സ് റീക്രിയേറ്റ് ചെയ്യാനും ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ സാഹചര്യം അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു പേഴ്സണും പ്രേ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ ഈ ഒരു തടസ്സങ്ങളൊക്കെ മാറുക തന്നെ ചെയ്യും. പക്ഷേ എങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയെങ്കിൽ മാത്രമേ അതിനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ തടസ്സങ്ങളാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നതെങ്കിലും അത് മാറിപ്പോകുന്നതായിട്ടും വീണ്ടും ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക.